ഇന്നിവിടെ നല്ലൊരു ചൂട് വറുത്തൊരു റെസിപ്പിയായിട്ട് വന്നേക്കുന്നത്. എല്ലാവർക്കും അറിയാം, പക്ഷേ ഇതൊരു ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ ചെയ്യാം നോക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഒരു 4-5 വലിയ വെളുത്തുള്ളി, കുറച്ച് കുരുമുളക്, ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, അതുപോലെ തന്നെ ഒരു 2 സ്പൂൺ നിറയെ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ നിറയെ അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്, അതുകൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില. പിന്നെ ഇനിയും ഇത് പേസ്റ്റായിട്ട് അരഞ്ഞ് കിട്ടാൻ ആവശ്യത്തിന് മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് വടുക അരച്ചിട്ട് വരാം. ഇതുപോലെ വൃത്തിയാക്കിയിട്ട് ഞാൻ നെടുക ഇതുപോലെ ഒന്ന് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്, അരപ്പ് നന്നായിട്ട് പിടിക്കാനും മാത്രമായിട്ട്. അപ്പോൾ നന്നായിട്ട് ഈ അരപ്പ് ഇത് എല്ലായിടവും പുരട്ടി കൊടുക്കാം. ഇനി ഇത് അരപ്പ് പുരട്ടിയിട്ട് കുറച്ച് നേരം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം, ഈ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാനായിട്ട്. അപ്പോൾ ഇച്ചിരി നേരത്തെ രാവിലെ തന്നെ നമ്മൾ ചെയ്ത് വെച്ച ഉച്ചക്കത്തേക്കിന് ചോറിൻ്റെ കൂടെ നമുക്ക് വറുത്തെടുത്ത് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മുരുമുരാന്നിരിക്കുന്ന നല്ല ചൂട ഫ്രൈ ആണ്. അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഒരു ക്രിസ്പിനെസ് ഇതിനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് അടച്ച് വെക്കണം. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നമുക്ക് കവർ ചെയ്ത് തന്നെ വെക്കണം. ഒന്ന് അടയ്ക്കുക, അല്ലെങ്കിൽ ഇതുപോലെ റാപ്പ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഏകദേശം 2 മണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് എണ്ണ മതി, ഡിപ്പായി കിടക്കുന്ന രീതിയിൽ വേണ്ട. ഇതുപോലെ കുറച്ച് എണ്ണയിൽ തന്നെ വറുത്തെടുത്ത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. കാച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നൊരു കാര്യമാണ്. ചൂട് വറക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ്, പക്ഷേ ഇതിൻ്റെ കൂടെ അരിപ്പൊടികൾ ചേർത്ത് ചെയ്യുമ്പോഴത്തേന് നല്ല മുരുമുരായിരിക്കുന്ന ചൂട ഫ്രൈ നമുക്ക് കഴിക്കാം. ഇപ്പോൾ എല്ലാം നല്ലതായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല റെസിപ്പിയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പുതിയതായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോയുമായി നമ്മൾ ഉടൻ വരുന്നതായിരിക്കും. അതൊരു ബൈ ഫ്രം JNJ ഫുഡ് വേൾഡ്.